സ്വാഗതം കൂട്ടുകാരെ. നമ്മൾ ഇന്നൊരു അടിപൊളി കഥയാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ആകാശലോകത്ത് പോയ ഒരു പാവം കുട്ടിയുടെ കഥയാണ്. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? പണ്ട് 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 നമ്മുടെ കഥയുടെ പേര് ജാക്ക് ആൻഡ് ദ ബീൻ സ്റ്റോക്ക് എന്നാണ്. ഓക്കെ, പണ്ട് പണ്ട് വളരെ പണ്ട് ഒരു പാവപ്പെട്ട കുടിലുണ്ടായിരുന്നു. ആ കുടിലിനുള്ളിൽ ഒരു പാവപ്പെട്ട അമ്മയും മോനും താമസിച്ചു. അവരുടെ വീട്ടിൽ നല്ലതായി ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം വളരെ പഴയതായിരുന്നു. അവർ വളരെ പാവപ്പെട്ടവരായിരുന്നു. എന്നാൽ അവർക്ക് നല്ല പാല് തരുന്ന ഒരു പശു ഉണ്ടായിരുന്നു. അതുമാത്രമായിരുന്നു അവരുടെ ഏക വരുമാനം. ഒരു നാൾ നമ്മുടെ പശുവിൻ്റെ പാല് പെട്ടെന്ന് നിന്നുപോയി. അമ്മ വളരെയധികം വിഷമിച്ചു. എന്തു ചെയ്യും? ഞങ്ങൾക്ക് എങ്ങനെ ഫുഡ് കിട്ടും? അവർ വളരെ വിഷമിച്ചുകൊണ്ട് മകനോട് പറഞ്ഞു, മോനെ, നീ ഇവനെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്ക്. അപ്പോൾ ജാക്ക് പറഞ്ഞു, അമ്മേ, നമുക്കിവനെ നന്നായി ട്രീറ്റ് ചെയ്യാം. വേണ്ട മോനെ, അവനെ ട്രീറ്റ് ചെയ്താലും നമുക്ക് പൈസ കിട്ടില്ലല്ലോ. നമുക്ക് പണം വേണ്ടേ? ഞാൻ പറയുന്നത് കേൾക്ക്. വിഷമത്തോടെ ജാക്ക് പശുവിനെയും കൊണ്ട് ഗ്രാമത്തിലേക്ക് നടന്നു. അപ്പോൾ അതിനടുത്തുള്ള ഒരു ഗുഹയിൽ നിന്നും ഒരു ഭയങ്കര ഭംഗിയുള്ള മന്ത്രവാദിയെത്തി പുറത്തുനിന്ന് വന്ന് അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ജാക്ക് പറഞ്ഞു, എൻ്റെ പാവപ്പെട്ട പശുവിനെ ഞങ്ങൾ ചന്തയിൽ വിൽക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, നീ വിഷമിക്കേണ്ട. ഈ പശുവിന് പകരമായി നീ ഈ മാന്ത്രിക ബീൻസ് എടുത്തുകൊള്ളൂ. ഇത് അത്ഭുത ശക്തിയുള്ളവയാണ്. നിനക്ക് ഇതുകൊണ്ട് മിറാക്കിൾസ് ഉണ്ടാവും. അത് കേട്ട ജാക്ക് പശുവിനെ മാന്ത്രികന് കൊടുത്ത് അത്ഭുത ബീൻസുമായി വീട്ടിലേക്കോടി. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇത് മാന്ത്രിക ബീൻസാണ്. നമ്മുടെ പശുവിനെ അയാൾക്ക് നൽകി ഞാൻ ഇത് വാങ്ങി. ഇത് വളരെ അത്ഭുതമുണ്ടാകുമെന്നാണ് പറഞ്ഞത്. അമ്മേ, നമ്മുടെ വിഷമം നീ എന്താണ് ജാക്ക് പറയുന്നത്? നീ ഇത്രയും മണ്ടനാണോ? ഈ അത്ഭുത ജീൻസാണോ നമുക്ക് വേണ്ടത്? ബീൻസാണോ നമുക്ക് വേണ്ടത്? നമുക്ക് ഫുഡാണ് വേണ്ടത്. അമ്മ അത് വലിച്ചു ദൂരേക്കെറിഞ്ഞു. എന്നിട്ടൊരു മുറിയിലിരുന്ന് പൊട്ടി കരയാൻ തുടങ്ങി. അവരുടെ ആകെയുള്ള പശു പോയല്ലോ. അന്ന് രാത്രി ജാക്ക് കരഞ്ഞ് ഉറങ്ങിപ്പോയി. അങ്ങനെ അപ്പോൾ രാവിലെ നേരം വെളുത്തു നോക്കുമ്പോൾ ജാക്ക് കണ്ട കാഴ്ചയായിരുന്നു ഇത്. ആ ബീൻസ് മുളച്ച് ഒരു മരം പോലെ ആകാശം വരെ വളർന്നിരുന്നു. അവൻ ആ മരത്തെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ അകത്തേക്കൂടി. അവന് വളരെ അതിശയമായി. അമ്മേ, ഓടി വരൂ, ഇത് വളരെ ഒറിജിനലാണ്, റിയലാണ്, മാജിക് അല്ല. ഓ മൈ ഗോഡ്, എന്താണ് ജാക്ക് നീ കാണിച്ചു വെച്ചത്? പക്ഷേ ജാക്ക് വെറുതെ ഇരുന്നില്ല. അവൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അവൻ ആ മരത്തിൽ അള്ളിപ്പിടിച്ച് കയറാൻ തുടങ്ങി. അത് ആകാശത്തേക്ക് അവൻ കയറി അവസാനം അവൻ തുമ്പത്തെത്തിയപ്പോൾ അത്ഭുതപ്പെട്ട ആ കൊട്ടാരത്തിലെത്തി. ആ കൊട്ടാരത്തിനു ചുറ്റും മേഘങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ പതിയെ കൊട്ടാരത്തിനുള്ളിലേക്ക് നടന്നു. അങ്ങനെ അവൻ, എന്താണ് ഈ കൊട്ടാരത്തിലുള്ളത്? ഒന്ന് തുറന്നു നോക്കിയാലോ? അങ്ങനെ അവനെ ആ കൊട്ടാരത്തിൻ്റെ വാതിൽ തുറന്നു. അപ്പോൾ ഒരു സ്ത്രീ വന്ന് ചോദിച്ചു, നീ ആരാണ് കുട്ടി? എന്തിനാണ് കൊട്ടാരത്തിലേക്ക് വന്നത്? അവൻ പറഞ്ഞു, ഞാനിങ്ങനെ വിത്തിൽ പിടിച്ച് വന്നതാണ്. ഈ ചെറിയ കുട്ടി, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? നിനക്ക് എന്താണ് വേണ്ടത്? അയാൾ ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് ചേച്ചി, എനിക്ക് കുറച്ച് ഫുഡ് തരൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ചേച്ചി അവന് ഫുഡ് കൊടുത്തു. അപ്പോൾ വേഗം തിന്നു മോനെ, എൻ്റെ ഹസ്ബൻഡ് വരുന്നുണ്ട്, നീ എവിടെയെങ്കിലും ഒളിക്കണം എന്ന് അവനോട് പറഞ്ഞു. അവനൊരു വലിയ കപ്പിൻ്റെ പിറകിൽ ഒളിച്ചു നിന്നു. അപ്പോൾ അവിടേക്ക് ആർത്തലയുന്ന ദേഷ്യക്കാരനായ ഒരു ഭർത്താവ് വന്നു. എന്നിട്ട് അയാൾ ചോദിച്ചു, എന്താണ് ഇവിടെ ഒരു ബ്ലഡിൻ്റെ മണം? അപ്പോൾ അവൾ പറഞ്ഞു, ഒന്നുമില്ല, അത് നമ്മുടെ കാറ്റിൻ്റെ മണമാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ തരാം.
ഓക്കെ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഒരു മല പോലെയുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു. അതെല്ലാം അയാൾ തിന്നു. എന്നിട്ട് അയാൾ വളരെ ആർത്ത് അട്ടഹസിക്കാൻ തുടങ്ങി. എന്നിട്ട് അവിടെയുള്ള സ്വർണ്ണക്കോഴിയോട് പറഞ്ഞു, ഏയ്, എനിക്ക് വേണ്ടി ഒരു ഗോൾഡൻ മുട്ടയിടൂ. ആ കോഴി വളരെ വിഷമിച്ചു. നീ മുട്ടയിടാനാണ് പറഞ്ഞത്. അപ്പോൾ ആ കോഴി സ്വർണ്ണ നിറത്തിലുള്ളൊരു വലിയ മുട്ടയിട്ടു. അപ്പോൾ അയാൾ ആ കോഴിയെ കൂട്ടിലടയ്ക്കുകയും ചെയ്തു. എന്നിട്ട് അയാൾ ഉറക്കെ കൂർക്കം വലിച്ച് ഉറങ്ങാൻ തുടങ്ങി. നീ ശബ്ദിക്കരുത്, അയാളൊരു ദുഷ്ടനാണ്. നീ ആ കോഴിയെയും കൊണ്ട് സ്ഥലം വിട്ടോ. അത് അയാൾ മോഷ്ടിച്ച കോഴിയാണ്. ഓക്കെ, ആ കോഴി പുറത്തെത്തിയപ്പോൾ അതിന് ഒരുപാട് സന്തോഷമായി. നീ എന്നെ നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ? എനിക്കിവിടെ ഒട്ടും ഓക്കെയല്ല. എനിക്ക് കൂട്ടിലില്ലാതെ പുറത്ത് വിശ്രമിക്കാനാണ് ഇഷ്ടം. ഞാൻ നിന്നെ കൊണ്ടുപോവാൻ കോഴി എന്നവൻ പറഞ്ഞു. അങ്ങനെ അവർ അതിവേഗം അവിടെ നിന്നും പുറപ്പെട്ടു. അവൻ ഓടി ഓടി പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ മരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വീട്ടിലെത്തി. അവൻ വേഗത്തിൽ വീട്ടിലെത്തി. പക്ഷേ അവൻ്റെ ഉള്ളിൽ വേറൊരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അവൻ ചിന്തിച്ചു, എനിക്ക് ഈ ഗോൾഡൻ കോഴിയെ കൂടാതെ അവിടെയുള്ള പാവം സ്വർണ്ണക്കമ്പി ദേവതയെയും കൂടെ വേണം. അത് അവിടുന്ന് കഷ്ടപ്പെടുകയാണ്. ഒരു നാൾ അവൻ രാവിലെ തന്നെ ആ മരത്തിൽ പിന്നെയും വലിഞ്ഞു കയറി. കയറി അവൻ ആ വീട്ടിൽ പിന്നെയും എത്തി. അവൻ ആരും അറിയാതെ ആ സ്വർണ്ണ കമ്പി നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഓ, സ്വർണ്ണക്കമ്പി പാവം. അവൾ കമ്പിയോട് പറഞ്ഞു, ഏയ്, നിന്നെ ഞാൻ എൻ്റെ വീട്ടിലെത്തിക്കാം. അവൾക്ക് വളരെ സന്തോഷമായി. ഓക്കെ, എങ്കിൽ നമുക്ക് വേഗം പോകാം. പെട്ടെന്ന് തന്നെ അവിടെ ഒരു ഭയാനക ശബ്ദത്തോടെ ആ ഭീകര ഭർത്താവ് അവിടേക്ക് ഓടി വന്നു. ഓ, നീ വീണ്ടും വന്നു. എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടേക്ക് പിന്നെയും വന്നത്? ഓ, ഞങ്ങളെ വിട്ടയക്കൂ, ഞാൻ ഓടിപ്പോയിക്കോളാം. അവൻ എങ്ങനെയോ ഓടാൻ തുടങ്ങി. പക്ഷേ അയാൾ വളരെ ഭീകരനായിരുന്നു. അപ്പോൾ അയാൾ അവനെ ഉപദ്രവിക്കാൻ വേണ്ടി നീ ഓടി. നിനക്കിനി രക്ഷയില്ല മോനെ. അവൻ വളരെ പെട്ടെന്ന് ഓടി. ആ കമ്പി വീണ അവനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, എടാ, അയാൾ വളരെ ഭീകരനാണ്. നീ വേഗം ഓടി രക്ഷപ്പെടണം. വേഗം, ഹരിയപ്പ് ഹരിയപ്പ്. അവൻ പെട്ടെന്ന് തന്നെ ആ വള്ളിയുമായി താഴോട്ട് ഇറങ്ങി. അവൻ താഴോട്ടിറങ്ങിയാൽ അയാൾ തന്നെ പിടിക്കില്ലല്ലോ എന്നായിരുന്നു. പക്ഷേ അയാൾ ഭീകരനായിരുന്നു. അയാൾ ആ വള്ളിയിലൂടെ താഴേക്ക് വന്നുകൊണ്ടിരുന്നു. അയാൾ ആ വള്ളിയിൽ നിന്നും അവനോട് ആക്രോശിച്ചു. എങ്ങനെയോ അവൻ താഴെ എത്തി. അവൻ പെട്ടെന്ന് തന്നെ അമ്മയെ വിളിച്ച് കോടാലി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എടാ മോനെ കോടാലി, എന്തു പറ്റി നിനക്ക്? അമ്മ ഓടി അവന് കോടാലി കൊടുക്കുകയും അവൻ മരം പെട്ടെന്ന് തന്നെ മുറിച്ച് വള്ളി പൊട്ടിക്കുകയും ചെയ്തു. അപ്പോൾ ആ വള്ളിയിൽ നിന്നും ആ ഭീകര മനുഷ്യൻ താഴെയുള്ള വലിയ കോടാരത്തിലേക്ക് വീണു. എന്നേക്കുമായി അയാൾ താഴോട്ട് വീണ് ഇല്ലാതായി. പിന്നീട് അമ്മ അവനെ വളരെ സ്നേഹത്തോടെ, മോനെ നീ വന്നില്ലേ, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അങ്ങനെ അവർക്ക് വളരെ സന്തോഷമായി. ആ കോഴിമുട്ടയ്ക്കും അവർ കോഴിമുട്ട അവർക്ക് കൊടുത്തോണ്ടേയിരുന്നു. ആ വീണ അവർക്ക് വേണ്ടി നല്ല പാട്ടുകൾ പാടി. കൂട്ടുകാരെ, നമ്മൾ എല്ലാവർക്കും നല്ലത് ചെയ്യണം, ദുഷ്ടന്മാരെ ഒഴിവാക്കുകയും വേണം. ഇതാണ് ഈ കഥ. വളരെ നന്നായില്ലേ? താങ്ക് യു.